ആഘോഷങ്ങളുടെ നഗരമായ തൃശൂർ പൂരം മുന്നോടിയായി ആവേശത്തിൽ മുങ്ങിക്കുളിക്കേണ്ട ദിവസങ്ങളിൽ ഞായറാഴ്ച രക്തവും തീയും ചേർന്ന ഒരു ദുരന്തത്തിന്റെ സാക്ഷിയായി. വെളിച്ചവും നിറങ്ങളും നിറഞ്ഞ വെടിക്കെട്ടിനായി ഒരുക്കങ്ങൾ നടക്കുന്നതിനിടെ ഒരു നിമിഷത്തിൽ എല്ലാം ചാരമായി മാറി. മനുഷ്യരുടെ സ്വപ്നങ്ങളും കുടുംബാംഗങ്ങളുടെ പ്രതീക്ഷകളും ഒറ്റ നിമിഷത്തിൽ തകർന്നു വീണ ഈ സ്ഫോടനം കേരളത്തിന്റെ മനസാക്ഷിയെ വീണ്ടും ഞെട്ടിച്ചിരിക്കുകയാണ്. ഷൊർണൂർ റോഡിൽ നിന്ന് ഏകദേശം 16 കിലോമീറ്റർ അകലെയുള്ള മുണ്ടത്തിക്കോട് പ്രദേശത്ത് തിരുവമ്പാടി വിഭാഗത്തിന്റെ വെടിക്കെട്ട് സാമഗ്രികൾ തയ്യാറാക്കുന്നതിനിടെയാണ് അപകടമുണ്ടായത്. വെടിക്കെട്ട് പുരയിലുണ്ടായ ഭീകര സ്ഫോടനം പ്രദേശം മുഴുവൻ നടുങ്ങിച്ചു. സ്ഫോടനത്തിന്റെ ആഘാതത്തിൽ പലരും രക്ഷപ്പെടാൻ പോലും കഴിയാതെ കുടുങ്ങുകയായിരുന്നു. ഈ ദാരുണ സംഭവത്തിൽ 14 പേരുടെ മരണം സ്ഥിരീകരിച്ചു. സ്ഫോടനത്തിന്റെ ശക്തി അത്രമേൽ ഭീകരമായിരുന്നതിനാൽ മൃതദേഹങ്ങളിൽ പലതും പൂർണ്ണ രൂപത്തിൽ കണ്ടെത്താനായില്ല. 9 മൃതദേഹാവശിഷ്ടങ്ങൾ മാത്രമാണ് കണ്ടെത്താനായതെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് വ്യക്തമാക്കി. മരിച്ചവരിൽ തിരിച്ചറിഞ്ഞവർ പഴയന്നൂർ സ്വദേശി സുദർശനൻ 54, കുണ്ടന്നൂർ മുതുകാട്ടിൽ കുമരനെല്ലൂർ വാസുദേവൻ 54, ചിറക്കൽ സ്വദേശി ബിജീഷ് 40. മറ്റു മൃതദേഹങ്ങളുടെ തിരിച്ചറിയൽ നടപടികൾ തുടരുകയാണ്. സംഭവത്തിൽ 13 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. ഇവരെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പലരും അതീവ ഗുരുതരാവസ്ഥയിലാണ്. സതീഷ് 85% പൊള്ളൽ, വെന്റിലേറ്റർ ചികിത്സയിൽ തുടരുകയാണ്. കൂടാതെ ബാബു 56, വിഷ്ണു 30, പ്രവീൺ 45, രാജേഷ് 40, അനിത 50, അഖിൽ 30, ഉദയകുമാർ 48, ബാബു 57 എന്നിവരുടെയും നില ഗുരുതരമാണ്. അതേസമയം സുഭദ്ര 68, ഭവാനി 65, സുന്ദരൻ 46 എന്നിവർ ഗുരുതര പരിക്കുകളില്ലാതെ രക്ഷപ്പെട്ടു. സംഭവ സമയത്ത് ഏകദേശം 40ഓളം തൊഴിലാളികൾ സ്ഥലത്തുണ്ടായിരുന്നുവെന്നാണ് വിവരം. ഇതിൽ 3 പേരെ കാണാതായിരിക്കാമെന്ന സംശയം നിലനിൽക്കുന്നു. ഇതോടെ മരണസംഖ്യ ഇനിയും ഉയരാനിടയുണ്ടെന്നാണ് ആശങ്ക. നിലവിൽ മരിച്ചവരും പരിക്കേറ്റവരും ഉൾപ്പെടെ 27 പേരെ കുറിച്ചുള്ള വിവരങ്ങൾ മാത്രമാണ് ലഭ്യമായത്. ദുരന്തത്തിന്റെ യഥാർത്ഥ കാരണം കണ്ടെത്താൻ അന്വേഷണം ആരംഭിച്ചു. RDO അന്വേഷണം നടത്തുമെന്ന് ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ അറിയിച്ചു. ഇതിനൊപ്പം രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വിദഗ്ധ സംഘം ഇന്ന് സ്ഥലത്ത് പരിശോധന നടത്തും. ദുരന്തത്തിന് പിന്നാലെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അടിയന്തര സഹായങ്ങൾ പ്രഖ്യാപിച്ചു. മരണപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾക്ക് പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും 2 ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് 50,000 രൂപയും അനുവദിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദുഃഖം രേഖപ്പെടുത്തി. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ ഉടൻ തൃശൂരിലേക്ക് പോകാൻ നിർദ്ദേശിച്ചു. രാഷ്ട്രപതി ദ്രൗപദി മുർമുവും അനുശോചനം അറിയിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയൻ അടിയന്തര ഇടപെടലുകൾക്കായി ചീഫ് സെക്രട്ടറി എ ജയന്തി ലഗിനെ നിർദ്ദേശം നൽകി. ഇതിനിടെ തൃശൂർ പൂരം ആഘോഷങ്ങളിൽ മാറ്റം ഉണ്ടാകാമെന്ന് ദേവസ്വങ്ങൾ കൂടിയാലോചനയ്ക്ക് ശേഷം തീരുമാനിക്കുമെന്ന് അറിയിച്ചു. പാലക്കാട് മുതലമട പഞ്ചായത്തിലെ പാറമേക്കാവ് ദേവസ്വത്തിന്റെ പടക്ക നിർമ്മാണശാലയ്ക്ക് റവന്യൂ വകുപ്പ് സ്റ്റോപ്പ് മെമ്മോ നൽകിയിട്ടുണ്ട്. ആഘോഷങ്ങളുടെ ഇടയിൽ ആവർത്തിക്കുന്ന ദുരന്തങ്ങൾ, മുന്നറിയിപ്പുകൾ നമ്മളെ ഇനിയും അവഗണിക്കുമോ? ഓരോ വർഷവും ആവർത്തിക്കുന്ന ഇത്തരം സംഭവങ്ങൾ സുരക്ഷാ മാനദണ്ഡങ്ങളെ കുറിച്ച് ഗുരുതരമായ ചോദ്യങ്ങൾ ഉയർത്തുന്നു. വെടിക്കെട്ട് ഒരു കാഴ്ചയാകുമ്പോൾ അതിന്റെ പിന്നിലെ അപകടങ്ങൾ ജീവൻ നഷ്ടപ്പെടുന്ന ദുരന്തങ്ങളായി മാറാതിരിക്കാൻ കർശനമായ നിയന്ത്രണങ്ങളും ഉത്തരവാദിത്തങ്ങളും അനിവാര്യമാണെന്ന് ഈ സംഭവം വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. കേരളം വീണ്ടും കണ്ണീരിൽ മുങ്ങുകയാണ്. ഈ തീപ്പൊരി എത്ര ജീവനുകൾ കൂടി കവർന്നേക്കും എന്ന ആശങ്കയോടെ